ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു സ്പെഷ്യൽ നൂഡിൽസ് റെസിപ്പിയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ മാഗി ഫേവറേറ്റ് ആണല്ലോ. സോ അവർക്ക് കൂടുതൽ ഇഷ്ടമാവുന്ന ഫ്ലേവറിൽ നല്ല സ്വീറ്റായിട്ടാണ് ഞാനിന്നത് തയ്യാറാക്കാൻ പോണത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ. അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ഒപ്പം കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഒക്കെ മിസ്സാവാണ്ട് കിട്ടിക്കോളും. ഇനി നമുക്ക് മാഗി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചോക്ലേറ്റ് നൂഡിൽസാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിയ കൊക്കോ പൗഡറാണ്. ഇത് നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ചോക്ലേറ്റ് യൂസ് ചെയ്യാം. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പാലാണ്. നമുക്ക് ഈ കൊക്കോ പൗഡർ ഒന്ന് മിക്സ് ചെയ്യാനായിട്ട് പാൽ വേണം. അപ്പോൾ ഈ കൊക്കോ പൗഡർ ഒന്ന് മിക്സായി കിട്ടാൻ ആവശ്യമായിട്ടുള്ള പാൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതി, ഒരുപാടൊന്നും വേണ്ട. അതല്ല നമ്മൾ എല്ലാ പാലും കൂടി ഒരുമിച്ച് ഇതെടുത്ത് ഡയറക്റ്റായിട്ട് ഇടുകയാണെങ്കിൽ പെട്ടെന്ന് മിക്സായി കിട്ടൂല. നല്ല പ്രയാസമാണ് ഈ കൊക്കോ പൗഡർ ഒന്ന് മിക്സായി കിട്ടാൻ. കണ്ടില്ലേ, അങ്ങനെ പൗഡർ ഫോമിൽ തന്നെ കുറേ നേരം മുകളിൽ ഫ്ലോട്ട് ചെയ്ത് ഇങ്ങനെ കിടക്കും. കൊക്കോ പൗഡർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ചോക്ലേറ്റ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞല്ലോ. അതെങ്ങനെയാണെന്ന് വെച്ചാൽ തിളച്ച പാലിട്ടൊന്ന് അലിയിച്ചെടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ നന്നായിട്ട് മിക്സായി കിട്ടിയിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് തന്നെ യോജിച്ച് കിട്ടിയിട്ടുണ്ട് ആ പാലിലേക്ക്. ഇനി വേണ്ടത് പഞ്ചസാരയാണ്. ഞാനിവിടെ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര സ്വീറ്റ്നെസ് വേണോ അതനുസരിച്ച് പഞ്ചസാരയുടെ അളവൊക്കെ അഡ്ജസ്റ്റ് ചെയ്തോണേ. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മുടെ ചോക്ലേറ്റ് നൂഡിൽസ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കാം. ഈ നൂഡിൽസ് ഒന്ന് കുക്കായി കിട്ടാനുള്ള പാലാണ് കേട്ടോ ഇത്. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നൂഡിൽസ് കുക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവെക്കാം. ആദ്യം പാൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് ബാക്കി പ്രൊസീജിയർ ചെയ്ത് തുടങ്ങാം. കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കാം. കാരണം നമ്മൾ പഞ്ചസാര പൊടിക്കാണ്ട് ഡയറക്റ്റായിട്ടല്ലേ ചേർത്തത്. അതുകൊണ്ട് ചെറിയ ചെറിയ കുഞ്ഞി തരികളൊക്കെ ഇതേ കിടപ്പുണ്ട്. നന്നായിട്ട് അലിഞ്ഞിട്ടില്ല, നമ്മൾ ഇളക്കി കൊടുത്തിട്ടില്ലായിരുന്നല്ലോ. അപ്പം ജസ്റ്റ് ഒന്ന് അടുക്കി പിടിക്കാണ്ട് ഇളക്കി കൊടുത്തേക്കാം. പാലിനി ഒന്ന് ചെറുതായി ചൂടായിട്ട് വരട്ടെ. പാലൊന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് നൂഡിൽസിൻ്റെ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ 2 പീസ് നൂഡിൽസാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നൂഡിൽസ് പാലിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് മറിച്ചിട്ടുകൂടി കൊടുക്കാം. പെട്ടെന്ന് തന്നെ അങ്ങ് കുക്കായി കിട്ടട്ടെ, എല്ലാ ഭാഗവും ഒരുപോലെ. പിന്നെ ഒരുപാട് ടൈമൊന്നും വേണ്ടി വരില്ല കേട്ടോ ഇത് കുക്കായി കിട്ടാൻ. ജസ്റ്റ് ഒരു 3 മിനിറ്റ്സ് അത് മതിയാവും. ഒരുപാടങ്ങ് കുക്കായി വെന്ത് കുഴഞ്ഞു പോകുന്ന ആ ഒരു സ്റ്റേജ് വരെ ഒന്നും എത്തണ്ട. ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. അതാണ് ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇപ്പോൾ ഇതേ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഹാഫ് കുക്ക്ഡ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് പാൽ നന്നായിട്ട് തിളച്ച് തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അടുക്കി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്ക് ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ച കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഈ കൊക്കോ പൗഡർ ആഡ് ചെയ്ത് കൊടുത്താലും ഇതൊരു ലൂസ് കൺസിസ്റ്റൻസി ആയിട്ട് ഇരിക്കുള്ളൂ കേട്ടോ. അങ്ങനെ ലൂസായിട്ട് ഇരിക്കുന്നു എന്ന് എഴുതിയിട്ട് ടെൻഷനൊന്നും ആവണ്ട. ഇത് തണുത്തൊക്കെ കഴിയുമ്പോൾ, അതായത് ചൂടൊക്കെ മാറിക്കഴിയുമ്പോൾ നന്നായിട്ട് അങ്ങ് തിക്കായിട്ട് വന്നോളും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. എങ്കിൽ മാത്രമേ അതിൻ്റെ ഒരു കറക്റ്റ് കളറ് കിട്ടുകയുള്ളൂ, നല്ല ബ്രൗൺ ഷെയ്ഡ് കിട്ടുകയുള്ളൂ. നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വന്നപ്പോൾ ഇതേ നല്ല ഡാർക്ക് ബ്രൗൺ കളറിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് 3 ടീസ്പൂൺ കണ്ടൻസ്ഡ് മിൽക്കാണ്. ഇത് തികച്ചും ഓപ്ഷണലാണ്. ആഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല കേട്ടോ ഇത് ചേർക്കണമെന്ന്. പിന്നെ ഇവിടെ കുഞ്ഞിന് ഇഷ്ടമുള്ളതുകൊണ്ട് ഞാൻ ചേർത്തു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. ഇല്ലെങ്കിലും ടേസ്റ്റിൽ ഒരു വ്യത്യാസവും വരില്ല. പിന്നെ ഇതുകൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു തിക്നെസ് നമ്മുടെ ഈ ഒരു നൂഡിൽസിന് കിട്ടും, അത്രയേ ഉള്ളൂ. അപ്പോൾ അതേ കണ്ടില്ലേ, നമ്മുടെ ചോക്ലേറ്റ് നൂഡിൽസ് നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലോട്ട് എത്തി. ഇനി നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. സോ നമ്മുടെ സ്പെഷ്യൽ ചോക്ലേറ്റ് നൂഡിൽസ് റെഡിയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് വിത്തിൻ മിനിറ്റ്സ് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ചൂടോടെ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയാവാം. അതല്ല തണുപ്പിച്ച് കഴിക്കുന്നതിനോടാണ് താല്പര്യം എന്നുണ്ടെങ്കിൽ അല്പസമയം ഫ്രിഡ്ജിൽ വെച്ച ശേഷം
കഴിക്കാം. എങ്ങനെയായാലും നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികളൊക്കെ ഇപ്പോൾ വീട്ടിലുള്ള ടൈമല്ലേ, അപ്പോൾ നമ്മൾ യൂഷ്വലി ചെയ്യും പോലെ നൂഡിൽസ് മസാലയിട്ട് കഴിച്ച് മടുക്കുമ്പോൾ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ആ ഫോട്ടോസൊക്കെ ആയിട്ട് നമ്മുടെ ഫേസ്ബുക്ക് പേജായ കറിവേഡ് ബൈ ദേവാസ് മോമിൽ വരാനും പേജ് ലൈക്ക് ചെയ്യാനും മറക്കില്ല കേട്ടോ. പിന്നെ റെസിപ്പീസിനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കണേ പ്ലീസ്. കാരണം നമ്മുടെ റെസിപ്പീസിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റും ഒക്കെ അതാത് റെസിപ്പീസിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ റെസിപ്പീസിനെ കുറിച്ചുള്ള കൂട്ടുകാരുടെ അഭിപ്രായങ്ങളും സജഷൻസ് ഉണ്ടെങ്കിൽ അതും താഴെ കമൻറ്റ് സെക്ഷനിൽ ഒന്ന് കമൻ്റായിട്ട് പറഞ്ഞേക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക. നമ്മുടെ ഗവൺമെൻറ്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റും പറയുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ നമുക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് നമ്മുടെ എൻ്റയർ സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ്. സോ അവർ ഗൈഡ് ചെയ്യുന്നതിനനുസരിച്ച് സേഫായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. നമുക്കിനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്